എല്ലാവർക്കും ഇസ ഇവ യൂട്യൂബ് ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള കഞ്ഞിയാണ്. ഇപ്പൊ പനി വരുമ്പോഴോ അല്ലാത്തപ്പോഴോ നമുക്കൊരു കഞ്ഞിയൊക്കെ കുടിക്കാൻ തോന്നുമ്പോൾ ചുമ്മാ അരിയിട്ട് വേവിക്കാണ്ട് നമുക്ക് ഇതേപോലെ ഹെൽത്തി ആയിട്ട് കഞ്ഞിവെല്ലാം ഉണ്ടാക്കാം. അപ്പൊ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് മുരിങ്ങയില ഇട്ടിട്ടുള്ള കഞ്ഞിയാണ്. മുരിങ്ങയിലയുടെ ഗുണങ്ങള് ഞാൻ പറയേണ്ടത് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. ഇപ്പോ മുരിങ്ങയില, ചെറുപയറ് അല്ലെങ്കിൽ ക്യാരറ്റ്, ബീൻസ്, അങ്ങനെ എന്തെങ്കിലും തേങ്ങ, ചീര എന്നിവയിട്ടൊക്കെ ഞാൻ കഞ്ഞി ഉണ്ടാക്കാറുണ്ട്. സാധാ കഞ്ഞി ഞാൻ ഉണ്ടാക്കാറില്ല. അപ്പോ നമുക്ക് ആദ്യം തന്നെ ആവശ്യത്തിന് അരി എടുക്കുക. നമ്മുടെ വീട്ടില് എത്രയാണോ അംഗങ്ങൾ ഉള്ളത് അവർക്കനുസരിച്ച് അരി എടുക്കുക. ആദ്യം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1 ഗ്ലാസ് അരിയാണ്. ആ അരിയിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ആ ചൂടുവെള്ളത്തിലൊന്ന് കഴുകി തന്നെ എടുക്കാം. നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഞാൻ എപ്പോഴും കഞ്ഞി വെക്കണേക്ക് മുമ്പ് ഇതുപോലെ ചൂടുവെള്ളത്തിലൊന്ന് ജസ്റ്റ് കഴുകിയിട്ടാണ് കഞ്ഞിയൊക്കെ വെക്കാറ്, ചോറായാലും വെക്കാറ്. ഇതിപ്പോ ഞാൻ നല്ല വൃത്തിയിൽ അരി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതുപോലെ ഇല കിള്ളി ഒന്ന് എടുക്കാം. ഇല നല്ലോണം കഴുകി എടുത്തതാണ്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ഈ മുരിങ്ങയിലയും കൂടി ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് പ്രഷർ കുക്കർ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. കഞ്ഞിക്ക് നിങ്ങളുടെ പാകം എങ്ങനെയാണോ അതിനനുസരിച്ചെടുക്കാം. ചിലർക്ക് നല്ലോണം വെന്തുടഞ്ഞു പോകണം, ചിലർക്ക് അങ്ങനെ വേണ്ട. അതുകൊണ്ട് അവനവന്റെ ഇഷ്ടത്തിന് വിസിലടിപ്പിച്ചെടുക്കാവുന്നതാണ്. ഇതിപ്പോ ഞാൻ 3-4 വിസിലടിപ്പിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഹൈ ഫ്ലെയിമും ബാക്കി 3 ലോ ഫ്ലെയിമിലിട്ടാണ് ഞാൻ നന്നായിട്ട് വിസിലടിപ്പിച്ചേക്കുന്നത്. അപ്പൊ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വിസിലടിപ്പിക്കാം. നമുക്ക് എയർ പോയതിനു ശേഷം തുറന്നു നോക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള കഞ്ഞി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സാധാ കഞ്ഞിയൊക്കെ ഉണ്ടാക്കാണ്ട് ഇതുപോലെയൊക്കെ വെറൈറ്റി ആയിട്ട് കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കുടിക്കുക. അപ്പോൾ മുരിങ്ങയില തോരനൊക്കെ കഴിക്കാത്തവരാണെങ്കിലും ചീര കഴിക്കാത്തവരാണെങ്കിലും ഒക്കെ പിള്ളേരാണെങ്കിലും കഴിച്ചോളും. അപ്പൊ ഞാൻ എൻ്റെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാക്കി കൊടുക്കാറുള്ളത്. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം അത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്